ഇറാന് പിന്നാലെ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇസ്രയേലിലെ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ ജോബ് വിസയുടെ ഒരു കണക്ക് നോക്കിയാൽ 40,000-ഓളം ഇന്ത്യക്കാർ ഇസ്രയേലിലുണ്ട്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ തൊഴിലിന് പോയ ആളുകളുമുണ്ട്. അപ്പം ആളുകൾ പൊതുവെ ഇതിനു മുൻപൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിൽ തിരിച്ചു വരാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. ഇത്തവണ പക്ഷേ കുറച്ചുകൂടി സ്ഥിതി മോശമാണ്. എന്താണ് ഇന്ത്യൻ എംബസിയൊക്കെ പറയുന്നത്? മുന്നോട്ട് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? ആര്യ, മടങ്ങാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒഴിപ്പിക്കാൻ സന്നദ്ധരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഈ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും പ്രധാനമായിട്ടും ഇന്ത്യൻ എംബസിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ എല്ലാം തന്നെ നോക്കി അതിനുശേഷം മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് ഇന്ത്യ കടക്കാൻ പോകുന്നത്. ആദ്യം ഇവരെ ജോർദാനിലെ തലസ്ഥാനമായിട്ടുള്ള അമൻ വഴി ആദ്യം അമനിലേക്ക് റോഡ് മാർഗം എത്തിക്കും. പിന്നീട് ഈ ജോർദാനിലെ തലസ്ഥാനമായിട്ടുള്ള അമനിൽ നിന്ന് തന്നെ വിമാനത്തിൽ ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഈ റൂട്ട് വരുന്നതും. ഇസ്രായേലിൽ നിന്ന് നേരിട്ട്, ടെലവീവിൽ നിന്ന് നേരിട്ട് വിമാനത്തിലല്ല കൊണ്ടുവരുന്നത്. അവിടെ വ്യോമയാന സഞ്ചാരത്തിനടക്കം നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ജോർദാനിലേക്ക് വിവരങ്ങൾ നൽകിയത്.